ഇതാ നമ്മുടെ നാട്ടിലെ ബുഫേ സിസ്റ്റത്തിൽ ഒരു ജാപ്പനീസ് റെസ്റ്റോറന്റ്, കന്നായിയിലെ യാക്കുനിക് റെസ്റ്റോറന്റ്. നമുക്ക് വേണ്ട വിഭവങ്ങൾ എടുത്ത് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഇവിടുത്തെ രീതി. യാക്കുനിക്കിലെ വിഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. ജപ്പാനിൽ മിക്കയിടത്തും അൺലിമിറ്റഡ് ഡ്രിങ്കിങ് ഓർ അൺലിമിറ്റഡ് ഈറ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടലുകൾ അവൈലബിൾ ആണ്. അത്തരത്തിലൊന്നാണ് സ്റ്റാമിന താരോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. അതിൽ ഈ സ്റ്റാമിന താരോയിൽ അൺലിമിറ്റഡ് ഈറ്റിങ്ങിനായി 90 മിനിറ്റ്സ് എടുത്ത് ഞങ്ങൾ ഒരിക്കൽ കയറിയിരുന്നു. ഓർഡർ ചെയ്തു, ക്യൂവിലാണ്. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഷൈനെ പറയാനുള്ളത്, നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു യാക്കിനിക്കു റെസ്റ്റോറൻറ്റിലാണ്. യാക്കിനിക്കു എന്ന് പറയുമ്പോൾ ഗ്രിൽഡ് മീറ്റാണ് ബേസിക്കലി റെസ്റ്റോറൻറ്റ്. ഇത് ജപ്പാനിൽ അത്യാവശ്യം ചീപ്പായിട്ടുള്ള സ്റ്റാമിന താറോ എന്ന് പറയുന്ന ഒരു ചെയിൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. കൂടുതലും ഫാമിലീസ് അല്ലെങ്കിൽ കിഡ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റിൻ്റെ ഒരു കോഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 90 മിനിറ്റ് നമുക്ക് മീറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രില്ലിൽ വെച്ച് കുക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ മീറ്റ് ഇവിടെ ഒരു അലമാരയിൽ ഒരു ട്രെയിൻ ഇങ്ങനെ വെച്ചിരിക്കും. നമ്മൾ പോയി നമുക്ക് സെലക്ട് ചെയ്യാം. ബീഫ് ഉണ്ടാവും, പോർക്ക് ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇവിടെ അതല്ലാതെ നൂഡിൽസ്, ഐസ്ക്രീം, ഡെസേർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ചീപ്പായിട്ടൊരു ഓപ്ഷനാണ് നിങ്ങളിവിടെ നോക്കുന്നതെങ്കിൽ ഐ വിൽ സജസ്റ്റ് സ്റ്റാമിന താരോ. അങ്ങനെ നമ്മുടെ ഊഴെത്തി, നമുക്ക് അകത്തേക്ക് പോയി കഴിക്കാൻ തുടങ്ങാം. ഇതാണ് അകത്തെ ഒച്ച, അത് കാരണം സൗണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ടേബിൾ സെറ്റപ്പ്. നടുക്കൊരു ഗ്രില്ല് അവൈലബിൾ ആയിരിക്കും. അഡീഷണൽ എന്തെങ്കിലും വേണമെങ്കിൽ മെനു എത്തിയിട്ടുണ്ട്. これとこれの違いは何ですか？こちらが大人料金で、こっち学生の料金になります。ボタンを。これ学生です。なんかこっちこれたらあり。なんだろう。けどこう言われないと出る。いやこれで。生ビール。生ビールいつだった3つ。അഡീഷണലി ജപ്പാനിൽ ഫേമസ് ആയ നമ ബിയർ 3 നമ്പർ. നിങ്ങൾക്ക് എന്നിട്ടുണ്ടോ ഒരു ഡ്രിങ്ക് മതിയാ? 2 ഡ്രിങ്ക് വേണം. കുടിക്കാൻ എന്തെങ്കിലും വേണം. നിങ്ങൾ എടുക്കോ? എന്നാ പോയി എടുത്തോ. നിങ്ങൾ എടുത്തോ, ഞങ്ങൾ ഈ സാധനം എടുത്തിട്ട്. ഇനി ഒരു 90 മിനിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ബീഫ്, പോർക്ക്, ചിക്കൻ എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് പോയി എടുത്തിട്ട് വരാം. ബീഫും പോർക്കും ചിക്കനും എല്ലാം തിൻ സ്ലൈസസ് ആക്കി വെച്ചേക്കാണ്. എടുത്തിട്ട് പോയി ഗ്രില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, ആവശ്യത്തിനുള്ള മീറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞു. ഗ്രില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സുഷി ടേസ്റ്റ് ചെയ്യാം. സുഷി മനസ്സിലായി കാണുമല്ലോ, റോ ഫിഷും റൈസും കൂടെയാണ്. പലതരത്തിലുള്ള ഫിഷ് വെച്ചിട്ടുള്ള സുഷി അവൈലബിൾ ആയിരുന്നു. ഏഴ് വെറൈറ്റി സുഷി സെലക്ട് ചെയ്തു. അല്പം വസാബി ചട്നിയും സോസും കൂടെ ഉണ്ട്.
സുഷി വസാബി സോസ് സോയ സോസ്. സുഷി എന്ന് പറയുമ്പോൾ ആദ്യം വസാബി കുറച്ചെടുക്കുക, അത് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെയല്ലടാ, സ്പ്രെഡ് ചെയ്യുക, ദെൻ എടുക്കുക, അത് നശിപ്പിച്ചു, എന്നിട്ട് സോസിൽ ടച്ച് ചെയ്യുക, നേരെ ട്രൈ ചെയ്യണ കുഴപ്പമില്ല. എനിക്ക് സുഷി ഇഷ്ടമല്ല. ഇത് സാൽമണാണ്, ഇത് ടേസ്റ്റി ആണ്. സാധനം ഇട്ടോടാ, ഇത് കുഴപ്പമില്ല. അവിടെ വെച്ചോ, ഞാൻ എടുത്തോളാം. നമ്മ കമ്പായി ഇത് നിങ്ങൾക്ക് കാണാം. ഇതുണ്ട് അടുത്ത ഒന്നും നോക്കണ്ട, എടുക്കുക, സോസിൽ നോക്കുക, കഴിക്കുക. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോകുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. അതൊന്നും നോക്കണ്ട, ഒരു സംശയമുണ്ട്, ഞാൻ ഗ്യാരണ്ടി. കഴിച്ചോ? സോസ് ഒന്നും നോക്കണ്ടേ, യാതൊരു ആവശ്യമില്ല, അതായിട്ട് കഴിച്ചോ. മീനിൻ്റെ ഒരു ഉൾമാറ്റം ഒന്നും ഉണ്ടാവില്ല, അത് ഭയങ്കര സോഫ്റ്റ് സ്പോഞ്ച് കഴിക്കുന്ന ഒരു ഫീലിംഗ് കണ്ടു. ഉണ്ടാകാൻ പറഞ്ഞു. വല്ലതും തോന്നിയോ? അതാണ് ഇതാണ് സുഷി. ഭയങ്കര ഹെൽത്തിയാണ്, ഓയിലില്ല, ഹെൽത്തി ഫുഡാണ്, ഒന്നുമില്ല. ഡെസേർട്ട് സെക്ഷനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒന്നും ട്രൈ ചെയ്തില്ല. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഫുഡും കഴിച്ച് 90 മിനിറ്റ് അധ്വാനത്തിന് ശേഷം ഇറങ്ങിയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക്